യാക്കോബ് എഴുതിയ ലേഖനം 1:5-6 വാക്യങ്ങളിൽ, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ദൈവം ജ്ഞാനം നൽകുമെന്ന വാഗ്ദത്തമാണ് ഈ വാക്യം നൽകുന്നത്. മനുഷ്യനെ മറ്റെല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തനായി സവിശേഷ ജ്ഞാനമുള്ളവനായി ദൈവം സൃഷ്ടിച്ചു. ഭൂമിയിലെയും ആകാശത്തിലെയും സമുദ്രത്തിലെയും സകലത്തെയും വാഴാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തപ്പോൾ ആ അധികാരം ദൈവം നൽകിയ ജ്ഞാനത്താലാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. തന്നേക്കാൾ അനേക മടങ്ങ് വലിപ്പവും തലച്ചോറുമുള്ള ആനയെപ്പോലും അനുസരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ആ അധികാരം മനുഷ്യൻ ഉപയോഗിക്കുന്നത് ദൈവം നൽകിയ ജ്ഞാനത്താലാണ്. വെള്ളത്തിലും വായുവിലും അതിനപ്പുറം ശൂന്യാകാശത്തിലുമൊക്കെ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് തൻ്റെ സ്വാഭാവിക കഴിവുകളെ മറികടക്കുന്ന യന്ത്രങ്ങൾ നിർമ്മിച്ചാണല്ലോ. ഇവയെല്ലാം മനുഷ്യന് ദൈവം നൽകിയ ജ്ഞാനത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. മനുഷ്യരുടെ ഇടയിൽ ജ്ഞാനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഒരു വിഷയത്തെ ഓരോരുത്തരും അപഗ്രഥിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ഒരുപോലെയാകണമെന്നില്ല. ചില കാര്യങ്ങളിൽ വളരെ നന്നായി തിളങ്ങുന്നവർ മറ്റു പലതിലും തീരെ മോശമാവുകയും ചെയ്യാം. എന്നാൽ കൂട്ടായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുമ്പോൾ മനുഷ്യർക്ക് മൊത്തത്തിൽ അത് ഗുണമായിത്തീരുന്നു. തനിക്കൊട്ടും ശോഭിക്കാൻ കഴിയാതിരിക്കുന്ന മേഖലകളിൽ അതിജീവിക്കാൻ യാക്കോബ് ഇവിടെ ഒരു ദൈവിക വാഗ്ദത്തം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ജ്ഞാനം നൽകുമെന്ന ഈ വാഗ്ദത്തം പ്രാപിക്കാൻ പ്രാർത്ഥന ആവശ്യമാണ്. ഒരു നിമിഷം കൊണ്ടോ അല്ല കുറച്ചു കാലങ്ങൾ കൊണ്ടോ വിശിഷ്ട ജ്ഞാനമുള്ളവരാക്കാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട വിശ്വാസത്തെ ഇവിടെ ഊന്നിപ്പറയുന്നു. ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനാണ് ഉപദേശിക്കുന്നത്. സംശയം നമ്മെ കടൽത്തിര പോലെ ചാഞ്ചാട്ടമുള്ളവരാക്കും. ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കുന്നതിന് ഈ ചാഞ്ചാട്ടം തടസ്സമാണ്. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവിക ജ്ഞാനം പ്രാപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.